ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. അന്വേഷണ സംഘം കണ്ണൂർ ജയിലിലെത്തി കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു. ജയിൽ ചാട്ടത്തിന് ശേഷം ട്രെയിനിൽ കയറി തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു ഗോവിന്ദച്ചാമിയുടെ പദ്ധതിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ജയിൽ ചാട്ടം അന്വേഷിക്കുന്ന കണ്ണൂർ ടൗൺ SHO ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിലുള്ള സംഘം കണ്ണൂർ ജയിലിലെത്തി മഹസർ തയ്യാറാക്കി. കൂടുതൽ തെളിവുകളും ശേഖരിച്ചു. ചോദ്യം ചെയ്യലിൽ ഗോവിന്ദച്ചാമി പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ജയിൽ ചാട്ടത്തിന് മറ്റുള്ളവരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താനാണ് ശ്രമം. അതേസമയം റിമാൻഡ് റിപ്പോർട്ടിലെ കൂടുതൽ വിശദാംശങ്ങളും പുറത്തുവന്നു. ജയിൽ ചാട്ടത്തിന് ശേഷം ട്രെയിനിൽ തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു ഗോവിന്ദച്ചാമിയുടെ പദ്ധതി. വഴിതെറ്റിയതിനാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായില്ല. ജയിൽ അഴിമുറിക്കാനായി ഉപയോഗിച്ച ബ്ലേഡ് അരം ഉപയോഗിച്ച് സ്വന്തമായി ഉണ്ടാക്കിയതാണ്. സഹതടവുകാരന് ജയിൽ ചാടാൻ പദ്ധതിയിട്ട കാര്യം അറിയാമായിരുന്നു. തടവ് ചാട്ടത്തിന് 6 മാസം മാത്രമാണ് ശിക്ഷയെന്ന സഹതടവുകാരന്റെ വാക്കുകൾ പ്രചോദനമായെന്നും ഗോവിന്ദച്ചാമി പോലീസിന് മൊഴി നൽകി. ജയിൽ വകുപ്പ് നടത്തുന്ന അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഉത്തരമേഖല ജയിൽ DIG V ജയകുമാർ നടത്തിയ അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടായെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. കൈരളി ന്യൂസ്, കണ്ണൂർ.